പന്നിയങ്കരയിലെ ടോൾ പ്ലാസ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ സമരത്തിന്റെ വാർത്തയിലേക്കാണ്. പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള തീരുമാനം താൽക്കാലികമായി ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. വലിയ പ്രതിഷേധം അവിടെ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ താൽക്കാലികമായി ടോൾ പിരിവ് നിർത്തിവെക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ താൽക്കാലിക പ്രശ്നപരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നത്. 6 പഞ്ചായത്തുകളിലെ ജനങ്ങളിൽ നിന്ന് അതിലൂടെ യാത്ര ചെയ്യുന്നവരിൽ നിന്ന് 140 രൂപ വീതം പ്രതിമാസം ഈടാക്കാനായിരുന്നു ധാരണ. ആ തീരുമാനമാണ് ഇപ്പോൾ താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നത്. ഭൂമി മാത്രമല്ല, ജീവിതം തന്നെയാണ് ഒരു പാത യാഥാർത്ഥ്യമാകാൻ വിട്ടു നൽകിയത്. പക്ഷേ പിന്നീട് അതിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ ടോൾ നൽകേണ്ടി വന്നു. ന്യായമായും ലഭിക്കേണ്ട അവകാശം നിഷേധിക്കപ്പെട്ടതോടെയാണ് ഒരു നാടാകെ സമരരംഗത്തേക്ക് ഇറങ്ങിയത്. പന്നിയങ്കര ടോൾ ബൂത്തിന് സമീപത്തെ 6 പഞ്ചായത്തുകളിലെ ആളുകൾക്കുള്ള സൗജന്യ യാത്ര ഇന്നു മുതൽ നിർത്തലാക്കാനാണ് ടോൾ കമ്പനി തീരുമാനിച്ചിരുന്നത്. മാസം 340 രൂപ നിരക്ക് നിശ്ചയിച്ചു. ഇന്നലെ രാത്രി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലും ഇന്ന് ജനകീയ വേദിയുടെയും CPIM-ന്റെയും കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ശക്തമായ പ്രതിഷേധം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ചർച്ച നടത്തി. തുടർന്ന് കരാർ കമ്പനിയുമായി നേരിട്ട് ചർച്ച നടത്തിയ മുൻ MLA CK രാജേന്ദ്രൻ ടോൾ പിരിക്കാനുള്ള തീരുമാനം കമ്പനി താൽക്കാലികമായി ഉപേക്ഷിച്ചതായി അറിയിച്ചു. കേന്ദ്ര ഗവൺമെൻറ് എടുക്കേണ്ട ഒരു തീരുമാനം അവരുടെ വക്താക്കളാരാണോ അവർ ഇടപെട്ട് ചർച്ച ചെയ്ത് രമ്യമായി പരിഹരിക്കുന്നതിന് അവർ മുമ്പോട്ട് വരണം. അതാരാണ് ഒളിഞ്ഞിരുന്ന് ഇവിടെ കുറേ ജീവനക്കാരെ ഇതിലേക്ക് തള്ളിവിട്ട് അവർ ചീത്ത തെറിയേക്കുക, അവർ തല്ലുകൊള്ളുക, ആ അവസ്ഥയിലാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഇതിൻ്റെ ആളുകൾ പുറത്തു വരണം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കിഴക്കഞ്ചേരി, കണ്ണമ്പ്ര, പുതുക്കോട്, വണ്ടാഴി, പാണഞ്ചേരി പഞ്ചായത്തുകളിലുള്ളവർക്കാണ് സൗജന്യ യാത്ര. RC ബുക്ക് കാണിച്ചാൽ ഈ പഞ്ചായത്തിലുള്ളവർക്ക് സൗജന്യമായി യാത്ര തുടരാം. യാത്രക്കായി ആദ്യം പഞ്ചായത്തിലുള്ളവർക്ക് പ്രത്യേക പാസ് നൽകിയിരുന്നു. പാസ് ദുരുപയോഗം ചെയ്യുന്നു എന്ന പേരിൽ താമസക്കാരാണെന്ന് തെളിയിക്കാൻ ID കാർഡുകൾ ആവശ്യപ്പെട്ടു. അതിനുശേഷം RC ബുക്കുകൾ കാണിച്ചാൽ മതിയെന്നായി. പിന്നാലെയാണ് സൗജന്യ സേവനം തന്ത്രപൂർവ്വം നിർത്തലാക്കി പകരം പണം പിരിക്കാൻ കമ്പനി നീക്കം തുടങ്ങിയത്. ടോൾ ബൂത്ത് സ്ഥാപിക്കപ്പെട്ടതിന്റെ പേരിൽ വർഷങ്ങളായി സ്വന്തം മണ്ണിൽ ജീവിക്കുന്ന തങ്ങൾ എന്തിന് ടോൾ നൽകണമെന്നാണ് ഒരു ജനത ചോദിക്കുന്നത്. ടോൾ പിരിവേർപ്പെടുത്തിയാൽ ശക്തമായ സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഒരു നാടിന്റെ ചെറുത്തുനിൽപ്പിന് മുന്നിൽ ഒടുവിൽ ടോൾ കമ്പനിക്ക് മുട്ടുമടക്കേണ്ടി വന്നു. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. ജനകീയ പ്രതിഷേധമാണ്. ഇത്തരത്തിൽ ഇനിയും നിലയ്ക്കിടെ ഇടപെടലുണ്ടായാൽ പ്രതിഷേധം ഉയർന്നു വരും ആ മേഖലയിൽ എന്ന് തന്നെയാണ് കരുതേണ്ടത്.